ഒരു ഭിന്നതയില്ല. ഒരു ക്രെഡിറ്റിന്റെ കാര്യത്തിലും ഭിന്നതയില്ല. ഒരു ഫ്ലക്സിന്റെയും കാര്യത്തിൽ ഭിന്നതയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നതയില്ല. ആരെങ്കിലും ഫ്ലക്സിൽ ഒരു ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഗവേഷണമാണ്. അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അടിസ്ഥാന വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് റോഡെന്ന് പടം നോക്കിയിട്ടാണോ പദ്ധതി? പടം നോക്കി നിങ്ങൾക്ക് ഈ പടം നോക്കുന്നതിൻ്റെ തിരക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. എന്ത് ഇമ്പോർട്ടൻ്റ്? പടത്തിന് എന്ത് ഇമ്പോർട്ടൻ്റ്? പദ്ധതിക്കല്ലേ ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും മന്ത്രിയുടെ ഫോട്ടോ നോക്കിയിട്ടാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ? വെറുതെ ഓരോന്ന് പറയും. മുഖ്യമന്ത്രിയുടെ പടം എല്ലാവരും ഉണ്ട് കേരളത്തിൽ. പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടതിലെല്ലാം പൊതുമരാമത്തിന്റെ മന്ത്രിയുടെ ഫോട്ടോ ഉണ്ടാവും. തദ്ദേശ വകുപ്പിന്റെ ഭാഗമായി വരുന്നതിലെല്ലാം തദ്ദേശ വകുപ്പിന്റെ ഫോട്ടോ ഉണ്ടാവും. ഇനി ഏതെങ്കിലും കേക്ക് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പോരെ? ഞാൻ പറഞ്ഞു കേൾക്കും. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഫോട്ടോയാലും നമുക്ക് ചേർക്കാം. പിന്നെ ഒരാവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇതിന്റെ തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ. ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം. ഉത്തരവും ഏതെങ്കിലും ഒരു ഫ്ലക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടച്ചു പറഞ്ഞത്. ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചേർക്കാം. നമുക്ക് ആർക്കും തർക്കമില്ല. അത് വിവരാവകാശം നമുക്ക് വിളിച്ച് ചോദിച്ചു. ഏത് എനിക്കറിയില്ല. അറിയില്ല. ഞാൻ ഈ ലിസ്റ്റും കൊണ്ടാണ് ഇങ്ങോട്ട് പത്രസമ്മേളനത്തിൽ വരുന്നു. വേണ്ട, എന്തിനാ ഒന്നും തന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഞങ്ങൾക്ക് തരേണ്ട. ഇവരെന്താ വല്ല ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ദാസ്യപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റിന് ഇങ്ങനെ ദാനം കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളം ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ? കേക്ക് പറയുന്നത് നിങ്ങൾ വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ച് നിങ്ങൾ തന്നെ ഉത്തരം പറയണ്ട. നിങ്ങൾ നേരത്തെ വേണ്ടാതെ ചോദ്യം ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ? എന്നിട്ട് വേണ്ട ഒരാളോട് പറഞ്ഞത് തീർക്കട്ടെ. എന്നിട്ട് എന്നോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടേന്നാ. എൻ്റെ കയ്യിൽ എന്തിനാണ് ലിസ്റ്റ് വേണ്ടത്? മുഖ്യമന്ത്രിയുടേതായാലും, അതായത് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ കൂടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ പണം എല്ലാ കാര്യവും നടക്കുന്നത്. അവിടെ നിന്ന് മാത്രമുള്ളതല്ല, ഇവിടെ കേരളത്തിന് കൂടി പണമാണ്. ആ പണത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. വിധം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല എന്നാരാ പറഞ്ഞു? ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ നാക്കിലിങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ചതാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. വെറുതെ പറയാതെ കാര്യം പറഞ്ഞിട്ട് വെറുതെ ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ട അധികാരപ്പെട്ട പണം തരുന്നില്ല. ആ തരാതിരുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ശക്തിയായിട്ട് പറഞ്ഞത്. ഇനിയും പറയാൻ പോകുന്നതും. കേരളം ഇല്ലെങ്കിൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം? ഇല്ലല്ലോ, ആ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. അവർ മടക്കി അയച്ചതല്ലേ 66 kV. ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ. പിന്നെ എങ്ങനെ എല്ലാ ഗവൺമെന്റും വരിക? എല്ലാ ഗവൺമെന്റ് എങ്ങനെയാ വരിക? വെറുതെ വീണെടുക്കുന്ന ഉരുളണ്ടാട്ടാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66ന്റെ ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചതാ. അല്ല, രാജ്ഭവനിൽ ഉള്ളത് ആരാ? ആരാന്ന് അത് പറ. അന്ന് പറയാൻ തന്നെ വിളിക്കുന്നു. പിന്നെ അത് ഗവർണറാണ്. അതിപ്പോ BJP-കാരൻ പറഞ്ഞു കേട്ടില്ല, അയാൾ ശാസ്ത്രജ്ഞനാണെന്ന്, ലോകശാസ്ത്രജ്ഞനാണ് വന്നത്. അതാ കാര്യം. വർഗീയവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ട അതാണ്.
ആ അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എല്ലാ കാലത്തും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്ഭവൻ്റെ അകത്ത് ഇന്നയാൾ വന്നു പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയുള്ള ആളെന്നെ എല്ലാവർക്കും അറിയുന്നു പോലെയുള്ള വ്യക്തമായ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്. ഗവർണർ മാറിയതുകൊണ്ടോ? അല്ല, ഗവർണർ മാറി, ഇന്നയാൾ മാറി, ഇന്നയാൾ മാറി, അത് ആ മാറ്റം തന്നെ. എന്ത് വിയോജിപ്പ് അറിയിക്കേണ്ടത്? അവിടെ ഒരാൾ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് ഇന്നയാൾ വന്നു, ഇന്നയാൾ പോകാൻ പാടില്ല രാജ്ഭവന് നിശ്ചയമുണ്ടോ? ഉണ്ടോ? ഒരു രാജ്ഭവന്റെ പരിപാടിയില്ലേ? രാജ്ഭവന്റെ പരിപാടിയില്ലേ? ആ രാജ്ഭവന്റെ പരിപാടിയിൽ RS തന്നെയാണല്ലോ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആദ്യം വ്യത്യസ്തമായ പരിപാടി അവിടെ പങ്കെടുത്തത് ഏത് സോഴ്സുകാരനെ പങ്കെടുക്കൊണ്ടാണ് രാജ്ഭവനിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സന്ദർഭത്തിൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ഏതെങ്കിലും ആര് ഒന്നാമത് അവിടെ ഇരിക്കുന്ന ആൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആള്, കൃത്യമായെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ള അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ശരിയായിട്ട് തർക്കമുണ്ടാവാം, ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ആ തർക്കമില്ലാതെ ഇത് തന്നെയാണ്. അല്ലാണ്ട് സോഷ്യലിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരനെയൊന്നും രാജ്ഭവൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു പ്രഭാഷണത്തിന് ഇതേവരെ ഈ കുറേ കാലമായിട്ട് ആരെയും ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്നവർ ആ രീതിയിൽ തന്നെയാണ് പരിപാടികൾ. അത് ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് കഴിഞ്ഞ ഗവർണറെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് കാവ്യവൽക്കരണമാണ്. ആ കാവ്യവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയായിട്ടാണ് പ്രവർത്തിച്ചത്. അത് നമുക്ക് തർക്കമുണ്ടായിരുന്നതിൻ്റെ കാര്യത്തിൽ ശക്തിയായി എതിർത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ എതിർക്കായിരുന്നല്ലോ? എതിർക്കാതിരുന്നവരാരാണ്? നിങ്ങളല്ലേ എതിർക്കാതിരുന്നത്? ഞങ്ങൾക്ക് അന്നേരം ശക്തിയായി എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എതിർക്കാത്തവർക്ക് ഇപ്പോൾ എതിർക്കാൻ ചില വ്യഗ്രതയുണ്ട്. വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതിന് ഞാൻ എതിരല്ല. ഇപ്പൊ ഇതിൻ്റെ അകത്ത് വർഗപരമായ വ്യത്യാസമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാന് തുളുമ്പി പോകുന്നതാണ്. കാരണം അദ്ദേഹം ഒരു വഴിക്ക് വെച്ച് RSSും BJP ഒക്കെ ആയതാണ്. അങ്ങനെയല്ല എല്ലാവരും. തുളുമ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? അസംബന്ധമാണ്. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. DPR ഞങ്ങൾ ഉണ്ടാക്കിയതാ. അറിയില്ല ആരെങ്കിലും പറഞ്ഞത് എങ്ങനെ ഞാനറിയാം? ഇനി ആരെങ്കിലും പറഞ്ഞതനുസരിച്ചിട്ടാണോ DPR തയ്യാറാക്കുക ഗവൺമെന്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി? അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് തയ്യാറാക്കുന്നതാണോ DPR? അല്ലല്ലോ. DPR ഒരു വലിയ പ്രൊജക്ടിൻ്റെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന DPR തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണോ DPR തയ്യാറാക്കുന്നത്? ഇല്ല, തോന്നുന്നില്ല. ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഈ സമയം കൊണ്ട് തന്നെയും ഇതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് റീച്ചിലുണ്ടല്ലോ. അതെ, അതായത് മഴ ശക്തിപ്പെട്ടാൽ ഇനിയും ചില ഇടിയിലും പൊളിച്ചിലൊക്കെ ഉണ്ടാവും. അതിന് ആർക്കാ തർക്കമുള്ളത്? അങ്ങനെ സാധാരണ രീതിയിൽ വരുന്ന വിള്ളലോ പ്രശ്നമോ ആണെങ്കിൽ സഹിക്കാം. അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ട് കരിമ്പട്ടിയിൽ, അതായത് നിർമ്മാണ പ്രക്രിയയിൽ തന്നെ വൈകല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അതിശക്തിയായിട്ട് നടപടിയിലേക്ക് പോയത്. അല്ലാണ്ട് കേവലമായി ഇടിയിലും പൊളിച്ചിലും മാത്രമല്ല. അതിപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അത് പരിഹരിച്ച് പോവുകയും ചെയ്യും. പക്ഷേ അതല്ല ഇപ്പോൾ ഉണ്ടായത്. വളരെ മൗലികമായ പ്രശ്നമാണ്, മാറ്റാണ്. അതുകൊണ്ടാണ് കരാർ കമ്പനിക്കാരനെ തന്നെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. വൈകാൻ പാടില്ല. അത് ഉറപ്പായ നിലപാടാണ്. ഇതിൻ്റെ പേരിൽ റോഡ് നിർമ്മാണം വൈകാൻ പാടില്ല. എങ്ങനെയെങ്കിലും വൈകി കിട്ടണമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ റോഡ് ഗതാഗത യോഗ്യമായാൽ അത് വലിയ പ്രശ്നമായിരിക്കും.